ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് രാവിലെ ഒരു ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ചിക്കൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഒന്ന് ചൂടാക്കി അതിൻ്റെ നനവ് കളഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. നനവൊന്ന് മാറ്റിയതിന് ശേഷം അതിലോട്ട് നമുക്ക് ഉള്ളിയും ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മസാല ആക്കി എടുക്കണം. അപ്പോൾ അതിലേട്ടുള്ള പണിയാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ ബ്രസ്റ്റാണ്, അതിനെ ഒന്ന് ചെറുതായിട്ട് കൊത്തിയിട്ട് ഒന്ന് ഫ്രൈ പാനിലിട്ടുന്ന അതിൻ്റെ നനവൊന്ന് മാറ്റുന്നതാണ് കേട്ടോ. ഏകദേശം നനവൊക്കെ ഒന്ന് മാറി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇനി അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കളർ ക്യാപ്സിക്കം, ചുവപ്പ്, ഗ്രീൻ, അങ്ങനെ പല കളറിൽ നമുക്ക് അതിൽ കൂടെ ഇട്ട് നമുക്ക് വശക്കെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക കേട്ടോ. അപ്പം ചിക്കൻ്റെ വെള്ളങ്ങളെല്ലാം പോയി നമുക്ക് ഓയിൽ കൂടെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് അതിനൊന്ന് വശക്കെടുക്കാം. സാൻഡ്വിച്ചിനാണ് ഇന്ന് സ്പെഷ്യലാണ്, ബ്രെഡ് സാൻഡ്വിച്ചിനാണ് കേട്ടോ. അതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറി മസാല, മദ്രാസ് മസാലയാണ് കേട്ടോ, ഇപ്പോഴത്തെ അറബി മസാലയാണ്, കണ്ടില്ലേ. പിന്നെ കുറച്ച് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ആക്കുക. അപ്പോൾ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ കണക്കാക്കി ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചിരിക്കുക. അപ്പം മസാല ആയിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുക്കിംഗ് ക്രീം ഒഴിക്കുക. കുറച്ച് ഗ്ലാസ് ചീസ്, ഇതെല്ലാം കൂടെ നല്ല വൃത്തിയാവും, നല്ല മിക്സ് ആക്കുക. നല്ല ലൈനായി വരും, കുഴമ്പ് രൂപത്തിൽ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് 2 ചെറിയ മീഡിയം തക്കാളി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള സോസാണ് കേട്ടോ, തഹീന. പിന്നെ നമുക്ക് സലാഡ്, ഉപ്പിലിട്ട ഗിയാറ്, പിന്നെ കസ്, തക്കാളി, പിന്നെ നമ്മുടെ ബ്രെഡ്. അപ്പോൾ ബ്രെഡ് എടുക്കുക, ഒന്ന് നീളത്തിലൊന്ന് മുറിക്കുക, അതിനകത്ത് മസാല കയറ്റുക, സലാഡൊക്കെ നിറയ്ക്കുക, സോസ് വയ്ക്കുക. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് ബ്രെഡ് സാൻഡ്വിച്ച്.